ശബരിമല അയ്യപ്പ സംഗമത്തിൽ സമവായം തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പന്തളം കൊട്ടാരം പ്രതിനിധികളുമായി നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തും. അയ്യപ്പ സംഗമം 3 സെഷനുകളായി നടത്താനാണ് ഇപ്പോഴത്തെ നീക്കം. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ പ്രതീഷ്, ഗുഡ് മോർണിംഗ്. MG പ്രതീഷ്, എന്തായാലും നാളെ പന്തളം കൊട്ടാരം പ്രതിനിധികളുമായി ചർച്ചയുണ്ട്. അപ്പോൾ PS പ്രശാന്ത് നേരിട്ട് എത്തി ചർച്ച ചെയ്യാനാണ് സാധ്യത. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വൈകാതെ നൽകാൻ കഴിയും. മറ്റൊരു വാർത്തയിലേക്ക്. MG പ്രതീഷിൻ്റെ ലൈൻ റെഡി ആയിട്ടുണ്ട്. ഒരു ഇത്തിരി ചെറിയ സാങ്കേതിക പ്രശ്നമായിരുന്നു. പ്രതീഷ്, പറയൂ. SKN ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഇടഞ്ഞു നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാനാണ് ദേവസ്വം ബോർഡും ശ്രമിക്കുന്നത്. പന്തളം കൊട്ടാരം പ്രതിനിധികളുമായി നാളെ കൂടിക്കാഴ്ച നടത്തുമെന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ഈ പന്തളം കൊട്ടാരത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് അംഗങ്ങളും എത്തി പ്രതിനിധികളുമായി ചർച്ച നടത്തും. ഈ യുവതീ പ്രവേശന സമയത്ത് ഈ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന ഒരു നിലപാടാണ് പന്തളം കൊട്ടാരത്തിനുള്ളത്. അയ്യപ്പ സംഘവുമായി സഹകരിക്കുമോ എന്ന കാര്യത്തിലും കൊട്ടാരം പ്രതിനിധികൾ ഒരു അന്തിമ നിലപാട് എടുത്തിട്ടില്ല. പരമാവധി ഈ പന്തളം കൊട്ടാരം പ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം നടത്താനാണ് ദേവസ്വം ബോർഡും സർക്കാരും ശ്രമിക്കുന്നത്. ഒപ്പം ഈ രാഷ്ട്രീയ എതിർപ്പുകൾക്കിടയിലും ഇതിന്റെ ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. 3 സെക്ഷനുകളായിരിക്കും അയ്യപ്പ സംഗമം പമ്പ ത്രിവേണി സംഗമത്തിൽ നടക്കുന്നത്. ഈ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഒപ്പം ഈ ആൾക്കൂട്ട നിയന്ത്രണം, തീർത്ഥാടന ടൂറിസം, ഈ 3 വിഷയങ്ങളിലായിരിക്കും രാവിലെ മുതൽ ഉച്ചവരെ ചർച്ചകൾ നടക്കുക. അതിനുശേഷം ഈ 3 വിഷയങ്ങളുടെയും പൊതുവായ കാര്യങ്ങൾ ഒരു അവലോകനമായി തന്നെ ഉച്ചയ്ക്ക് ശേഷം വിലയിരുത്തും. ഇതിന് പുറമെ ഈ സിൽവർ ജൂബിലി, ദേവസ്വം ബോർഡിന്റെ സിൽവർ ജൂബിലിയുമായി ബന്ധപ്പെട്ട ഒരു എക്സിബിഷനും ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് പുറമെ ചില കൾച്ചറൽ പ്രോഗ്രാമുകൾ, ഈ ഗായകരെ ഉൾപ്പെടെ കൊണ്ടുവന്ന കൾച്ചറൽ പ്രോഗ്രാമുകളും ദേവസ്വം ബോർഡ് നടത്തുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിൽ വലിയ ആഘോഷമായി തന്നെ ഈ അയ്യപ്പ സംഗമം നടത്താനാണ് ദേവസ്വം ബോർഡും സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായുള്ള സ്പോൺസർമാരുമായി ഉൾപ്പെടെയുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.